ഹരേ കൃഷ്ണ. സോ നമ്മൾ ഇന്നത്തെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവരും ഓണം പ്രിപ്പറേഷനിലായിരിക്കും, തിരക്കിലായിരിക്കുമെന്നറിയാം. ഹരേ കൃഷ്ണ. സോ ആക്ച്വലി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു സത്സംഗത്തിൽ വരാൻ സാധിച്ചത്. ഇപ്പോൾ സാധിക്കുന്നത് ഏതാണ്ട് 1.5 മാസത്തിന് മുൻപാണ് ഞാനൊരു ക്ലാസ് എടുത്തത്. മറ്റു ചില തിരക്കുകളൊക്കെ ആയിരുന്നു. കാരണം ഞാൻ ഇടയ്ക്ക് രാജാപൂർ എന്ന ക്ഷേത്രത്തില് ഡൈറ്റി ഇൻസ്റ്റലേഷൻ സെറമണിയിലേക്ക് പോവുകയുണ്ടായി. റായ്പൂർ എന്ന ക്ഷേത്രത്തിൽ, റായ്പൂർ ഛത്തീസ്ഗഡില് റായ്പൂർ എന്ന ക്ഷേത്രത്തില് അവിടെ ഡൈറ്റി ഇൻസ്റ്റലേഷൻ സെറമണി ആയിരുന്നു. പുതിയൊരു ക്ഷേത്രം ഇനാഗ്രേഷനുമായി സംബന്ധിച്ച് പോയിരിക്കുകയായിരുന്നു. 2 ആഴ്ച അവിടെയായിരുന്നു. വന്നതിന് ശേഷം ഞങ്ങളൊരു ചിത്രകൂട്, വാരണാസി, കാശി, പ്രയാഗ്രാജ്, നൈമിഷാരണ്യ, അയോധ്യ മുതലായ തീർത്ഥസ്ഥലങ്ങളിൽ ഒരു ദർശനവും നടത്താനായി പോയി. അങ്ങനെ 2 ആഴ്ച പോയി. സോ ഏതാണ്ട് 1 മാസത്തിന് മേലെയാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചത്. സോ ഞാൻ വളരെയധികം മിസ് ചെയ്തു. കാരണം ചൈതന്യ ചരിതാമൃതത്തിൽ വളരെ ഒരു ഭാഗം നമ്മൾ മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ 5-ാം അധ്യായത്തിൽ എത്തി നിൽക്കുകയാണ്. 5-ാം അധ്യായത്തില് 87-ാമത് ശ്ലോകത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് തുടർന്ന് വരുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ചൈതന്യ ചരിതാമൃതം കുറച്ച് നമ്മൾ നോക്കിയതിന് ശേഷം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും കുറച്ച് ചില ഓണവുമായി സംബന്ധിച്ച് ചില ഡിസ്കഷൻസ് നമുക്കാകാം. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ യമുനാചാര്യയുടെ കഥ നമ്മൾ പകുതി ഭാഗത്ത് നമ്മൾ വന്ന് നിർത്തിയിരിക്കുകയായിരുന്നു. സോ അതിന്റെ ബാക്കി ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. കാരണം ചൈതന്യ ചരിതാമൃതം ഈ ഒരു ഭാഗം കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സോ അതിൽ നമുക്ക് കുറച്ച് ബോറടി തോന്നും. അതുകൊണ്ട് നമുക്ക് കുറച്ച് മറ്റു ചില കഥകളോട് നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. സോ നമ്മളിന്ന് വളരെ കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ. നോക്കാം, തുടർന്ന് കുറച്ച് മെമ്പേഴ്സ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. സോ ശ്രീ ചൈതന്യ ചരിതാമൃതം की जय, श्री कृष्णराज कविराज गोस्वामी की जय, श्रील प्रभुपाद की जय, निताय गौर सिद्धनाथ प्रेमानंदे हरि हरि बोल. സോ നമ്മൾ ഇന്ന് വായിക്കേണ്ടത് 87-ാമത്തെ ശ്ലോകമാണ്. അതിനു മുൻപ് 86-ാമത്തെ ശ്ലോകം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് തുടരാം. പ്രകൃതി സഹിതേ താൻഡ്ര ഉഭയ സംബന്ധ യഥാപി പ്രകൃതി സഹന ഹി സ്പർശഗന്ധ. അപ്രകാരം ഭൗതിക പ്രകൃതിയുമായി അവിടുന്ന് 2 വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും അവിടുന്ന് അതുമായി നേരിയ സ്പർശം പോലുമില്ല. സോ ഇവിടെ പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ശ്രീ നിത്യാനന്ദ മഹാപ്രഭുവിന്റെ ആ പ്രഭാവത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചിട്ട് പറയുകയാണ്. ശ്രീ ബലരാം സ്വയം ബലരാം തന്നെയാണ് ശ്രീ നിത്യാനന്ദ പ്രഭു എന്ന് ഇവിടെ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഇവിടെ പറഞ്ഞ് സ്ഥാപിക്കുകയാണ്, നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്കത് കൂടുതൽ ആരാണ് ബലരാമൻ? സോ നമ്മള് കൃഷ്ണ ജയന്തിക്ക് മുൻപ്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുൻപ് രാധാഷ്ടമി സെലിബ്രേറ്റ് ചെയ്തു. അതിന് തൊട്ട് മുൻപ് നമ്മൾ ഇതിന് തൊട്ട് 2 ആഴ്ച മുമ്പ് ജന്മാഷ്ടമി സെലിബ്രേറ്റ് ചെയ്തു. അതിനു മുൻപ് ബലറാം പൂർണിമ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ ബലറാം പൂർണിമ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ബലറാം പൂർണിമ സമയത്ത് ആക്ച്വലി നമ്മൾ ഈ ഭാഗം ചൈതന്യ ചരിതാമൃതത്തിൽ ഈ ഭാഗം നമ്മൾ വായിക്കേണ്ടതാണ്. കാരണം
അത് നിത്യാനന്ദ പ്രഭുവും ബലരാമനും തമ്മിൽ ദേ ആർ നോൺ ഡിഫറെന്റ്, രണ്ടുപേരും വ്യത്യസ്തരല്ല എന്ന് ഇവിടെ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സോ അദ്ദേഹം ഇവിടെ പറയുന്നത് ബലറാം എന്ന തത്വം എത്രമാത്രം പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ. അദ്ദേഹം ആദി ഗുരുവാണ്. ഭഗവാന് സ്വയം എൻജോയ് ചെയ്യണം എന്ന ആഗ്രഹം അല്ലെങ്കിൽ എന്ന ഒരു ഇച്ഛയോടുകൂടി ഭഗവാൻ ആദ്യമായി രാധാറാണിയായിട്ട് എക്സ്പാൻഡ് ചെയ്യുകയും പിന്നീടുള്ള എക്സ്പാൻഷനിൽ ബലറാമായി എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തു. ബലറാമനായി എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം അവിടെ നിന്നാണ് എല്ലാ എക്സ്പാൻഷനും ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ എക്സ്പാൻഷൻ, അപ്പൊ എല്ലാത്തിന്റെയും ഉറവിടം ശ്രീ ബലരാമനാണ്. അദ്ദേഹത്തിനെ ജ്ഞാനത്തിന്റെയും ഉറവിടമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ജ്ഞാനത്തിന്റെ ഉറവിടമാകൊണ്ട് എല്ലാത്തിന്റെയും ആദി ഗുരു ആയിട്ട് നമ്മൾ ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ അല്ലെങ്കിൽ ശ്രീ ബലരാമനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. തന്മൂലം നിത്യാനന്ദ പ്രഭു നമ്മുടെ ആദി ഗുരുവാണ്. നമ്മൾ ഒരു 2 മാസം മുൻപ് സെലിബ്രേറ്റ് ചെയ്ത പാനിഹട്ടി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ആ ഫെസ്റ്റിവലിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് ഗോപാൽ ഭട്ട ഗോസ്വാമി, രഘുനാഥ് ദാസ് ഗോസ്വാമി എന്ത് അപരാധമാണ് ചെയ്തത്. നിത്യാനന്ദ പ്രഭു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് രഘുനാഥ് ദാസ് ഗോസ്വാമി വളരെ ധനികനായ അദ്ദേഹം പല പ്രാവശ്യവും ചൈതന്യ മഹാപ്രഭുവിനെ നേരിട്ട് സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചു എന്നല്ല, സേവനം ലഭിച്ചു, ചെയ്യാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ ധാരാളം പ്രാവശ്യം ചൈതന്യ മഹാപ്രഭുവിനെ നേരിട്ട് സേവനം ചെയ്തതിന് ശേഷവും അദ്ദേഹത്തിന് മഹാപ്രഭുവിന്റെ അടുത്തേക്ക് പോകണമെന്ന ആഗ്രഹം ഉള്ളിൽ ഉണ്ടാഞ്ഞിട്ടും അദ്ദേഹത്തിന് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ പല പ്രാവശ്യം പോകാനായി ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും പിടിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. അങ്ങനെ പല പ്രാവശ്യവും പിടിച്ചുകൊണ്ട് വന്നു. അതിനുശേഷം അവസാനം അദ്ദേഹത്തിന്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് ശ്രീ നിത്യാനന്ദ പ്രഭു അവിടെ വരികയും അങ്ങനെ നിത്യാനന്ദ പ്രഭുവിനെ കാണാനായി അദ്ദേഹം പോകുമ്പോൾ അവിടെ വെച്ച് നിത്യാനന്ദ പ്രഭു പറഞ്ഞു, ഇവൻ കള്ളനാണ്. അപ്പൊ നമ്മൾ സാധാരണ കേൾക്കുന്ന കഥകളിൽ മനസ്സിലാക്കുന്നത് എന്തെന്നാൽ, അങ്ങനെ ദൂരെ നിന്ന് അദ്ദേഹം രഘുനാഥ് ദാസ് ഗോസ്വാമി നിത്യാനന്ദ പ്രഭുവിനെ നമസ്കരിച്ച് നിത്യാനന്ദ പ്രഭുവിന്റെ കൃപ നേടാനായി ശ്രമിച്ചു എന്ന പാപമാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് സാധാരണഗതിയിൽ പറഞ്ഞു വരുന്ന കഥ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതല്ല അദ്ദേഹം ചെയ്ത പാപം. അദ്ദേഹം ചെയ്ത പാപം നിത്യാനന്ദ പ്രഭുവിൽ ഇല്ലാതെ, അതായത് ഡയറക്റ്റ് ചൈതന്യ മഹാപ്രഭുവിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു എന്ന പാപമാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി ചെയ്തത്. അങ്ങനെ അത് കാരണം അദ്ദേഹത്തിന് കൃപ ലഭിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് കൃപ നേടാനുള്ള അവസരം കിട്ടിയില്ല. ചൈതന്യ മഹാപ്രഭുവിനെ നേരിട്ട് സേവിക്കാനുള്ള അവസരം പല പ്രാവശ്യം നടന്നിട്ടും സേവനം ചെയ്യാൻ സാധിച്ചിട്ടും അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ നേടാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹം ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്തത്. നിത്യാനന്ദ പ്രഭുവിന്റെ കൂടെ അല്ലാതെ, നിത്യാനന്ദ പ്രഭു ഇല്ലാതെ ഡയറക്റ്റ് ചൈതന്യ മഹാപ്രഭുവിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന ഒരു അപരാധമാണ് ശ്രീ രഘുനാഥ് ദാസ് ഗോസ്വാമി ചെയ്തത്. അതല്ലാതെ നിത്യാനന്ദ പ്രഭുവിനെ കണ്ടു. അങ്ങനെ അവിടെ പാനിഹട്ടി ഫെസ്റ്റിവൽ എന്ന അതിമനോഹരമായ ഗംഭീരമായ ഫെസ്റ്റിവൽ നടത്തി അദ്ദേഹം കംപ്ലീറ്റ് പ്രസാദവും സ്പോൺസർ ചെയ്തതിന് ശേഷം തിരിച്ച് അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ അപ്പൊ വീട്ടുകാർക്ക് മനസ്സിലായി ഇപ്പൊ ഒരു സമാധാനമായി. എന്താ, ഇത്രയും വലിയൊരു ഫെസ്റ്റിവൽ നടന്നതിന് ശേഷവും നിത്യാനന്ദ പ്രഭുവിനെ കണ്ടതിന് ശേഷവും ഇവൻ തിരിച്ചു വന്നുവല്ലോ. അപ്പൊ ഇനി അവൻ അങ്ങനെ തനിയെ ഒളിച്ചോടിപ്പോകുന്ന ഒരു പ്രവണത ദയവ് ചെയ്ത് എല്ലാവരും മ്യൂട്ടിലിരിക്കാമോ? 1-2 പേരുടെ അൺമ്യൂട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നത്. മായാതീത മാതാജി, യെസ്, താങ്ക് യു സോ മച്ച് മാതാജി. സോറി, കാരണം ചിലപ്പോൾ ഓണായിരിക്കുമ്പോഴല്ലോ ചിലപ്പോൾ ചില ഡിസ്റ്റർബൻസ് വരുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ നിത്യാനന്ദ പ്രഭുവിൽ കൂടി അല്ലാതെ ഡയറക്റ്റ് മഹാപ്രഭുവിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു എന്ന പാപം. അപ്പോ വീട്ടുകാര് തിരിച്ചു വീട്ടിൽ വന്നപ്പോ വിചാരിച്ചു ഇനി അവനങ്ങ് ഒളിച്ചോടി പോകുന്നുണ്ടാവില്ല. അപ്പൊ അവന് ഇപ്പം ഈ ഡിവോഷണൽ സർവീസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, അവന് എങ്ങും പോകില്ല എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി എല്ലാം വിഡ്രോ ചെയ്തു. കൊടുത്തിരുന്ന Z കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി എല്ലാം വിഡ്രോ ചെയ്ത് കഴിഞ്ഞപ്പോ ലെറ്റ് ഹിം ഫ്രീ. അപ്പൊ അവനങ്ങനെ സ്വയം പോകാൻ, എന്ന് വെച്ചാൽ ഹൈ സെക്യൂരിറ്റി എല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പോകാനുള്ള അവസരം ലഭിക്കുകയും അങ്ങനെ അന്ന് രാത്രി തന്നെ രഘുനാഥ് ദാസ് ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിന്റെ സംഘവുമായി ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോ അവിടെ ആ കഥയിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നത് നിത്യാനന്ദ പ്രഭുവിന്റെ, അതായത് ബലരാമന്റെ
സംവിത് ശക്തി എന്നാണ് ബലരാമന്റെ ശക്തിയെ പറയുന്നത്. ആ ഹ്ലാദിനി ശക്തിയും സംവിത് ശക്തിയും. ഹ്ലാദിനി ശക്തി എന്ന് പറഞ്ഞാൽ രാധാറാണിയുടെ എക്സ്പാൻഷൻ, രാധാറാണിയുടെ ടീം, അവരിൽ നിന്ന് വരുന്നതാണ് ഹ്ലാദിനി ശക്തി. അല്ലെങ്കിൽ രാധാറാണി സ്വയമാണ് ഹ്ലാദിനി പൊട്ടൻസി, അതായത് പ്ലഷർ പൊട്ടൻസിയാണ് രാധാറാണി. എങ്കിൽ ഇവിടെ സംവിത് ശക്തി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് പൊട്ടൻസി, കംപ്ലീറ്റ് എന്താണ് നോളജ്, പിന്നെ ശക്തി, ഇതെല്ലാം വരുന്ന ബലരാമനിൽ നിന്നാണ്. ഇങ്ങനെ സംവിത് ശക്തി എന്ന് പറയുന്നത് ബലരാമൻ. അപ്പോൾ ബലരാമന്റെ ശക്തിയായ നിത്യാനന്ദ പ്രഭുവിന്റെ സഹായം അല്ലെങ്കിൽ അദ്ദേഹത്തിൽ കൂടി അല്ലാതെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ അപ്രോച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്താൽ പോലും കൃപ നേടാൻ അസാധ്യമാണ് എന്ന് നമ്മളെ പാനിഹട്ടി ഫെസ്റ്റിവലിൽ കൂടി നിത്യാനന്ദ മഹാപ്രഭു പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നിത്യാനന്ദ പ്രഭുവിന്റെ ആ ശക്തിയെ കാണിക്കുന്നു. അപ്രകാരം ഭൗതിക പ്രകൃതിയുമായി അവിടുന്ന് രണ്ടു വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും അവിടുന്ന് അതുമായി നേരിയ സ്പർശം പോലുമില്ല. സോ എല്ലാ പൊട്ടൻസി, എല്ലാ ശക്തിയുമായിട്ടും ബലരാമൻ ക്ലോസ് കണക്ഷനിലാണ്. പക്ഷെ എന്നാൽ ഹീസ് അലൂഫ് ഫ്രം ഓൾ ദിസ് കണ്ടാമിനേഷൻസ് ഓർ അല്ലെങ്കിൽ യാതൊരു വിധമായ അറ്റാച്ച്മെന്റും ഒരു ശക്തിയോടും ഇല്ല എന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ 86-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. 87-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണുന്നത് ഈശനമീശസ്യ പ്രകൃതിസ്തോപി തദ്ഗുണൈ ന യുജ്യതേ സദാത്മസ്ഥൈർ തഥാ യഥാ ബുദ്ധിസ്തദാശ്രയാം. ഇതാണ് അവിടുത്തെ ഐശ്വര്യം. ഭൗതിക പ്രകൃതിക്കുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോഴും അവിടുന്ന് പ്രകൃതി ഗുണങ്ങളാൽ ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല. അതുപോലെ അവിടുന്ന് ശരണം പ്രാപിച്ചവരും അവിടുന്ന് ബുദ്ധി ഉറപ്പിച്ചവരും പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നില്ല. സോ ആ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ, 3 ഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്ന് ഒരു വിധത്തിലും ഭഗവാന് ബലരാമൻ ഇവിടെ കണ്ടാമിനേറ്റ് ആവുന്നില്ല. സോ നമ്മളുടെ ഈ ജീവസത്തയുടെ അല്ലെങ്കിൽ തടസ്ഥ ശക്തികളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 കയറുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സത്വരജസ്തമോ ഗുണം എന്ന് പറയുന്ന 3 ഗുണം എന്ന് പറയുന്നതിന് കയറ് എന്നും അർത്ഥമുണ്ട്. അപ്പൊ ആ കയറുകളാൽ നമ്മളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ് നമ്മളുടെ കണ്ടാമിനേഷൻ. പക്ഷെ ഇവിടെ ഭഗവാന്റെ ഗുണത്തെക്കുറിച്ച് ഇത് ശ്രീമദ് ഭാഗവത്തിലെ 1-ാമത്തെ സ്കന്ധത്തില് 11:38 പറയുന്ന ശ്ലോകത്തിലാണ് പറയുന്നത്. ഇതാണ് അവിടുത്തെ ഐശ്വര്യം. പ്രകൃതി ഗുണ എന്താണ് ഐശ്വര്യം? ഭൗതിക പ്രകൃതിക്കുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോഴും, ഭൗതിക പ്രകൃതിയിൽ തന്നെ സ്ഥിതി ചെയ്യുമ്പോഴും അവിടുന്ന് പ്രകൃതി ഗുണങ്ങളാൽ ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല. അതുപോലെ അവിടുന്ന് ശരണം പ്രാപിച്ചവരാരും അവിടുന്ന് ബുദ്ധി ഉറപ്പിച്ചവരും പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നില്ല. സോ ഇതാണ് ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത്, ഗുണം എന്ന് പറയുന്നത്. ബലരാമൻ ഭഗവാന് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, നമ്മള് ഇങ്ങനെ ഒരു ജലത്തിൽ വസിക്കുന്ന താമരയുടെ ഇലകൾ എങ്ങനെയാണ് ജലത്തിൽ വസിക്കുമ്പോഴും ജലത്തിന്റെ ഒരു അംശം പോലും പറ്റാതെ ജീവിക്കുന്നത്, അതുപോലെ ഭഗവാനെ ആശ്രയിക്കുന്നവൻ ഒരു കാരണവശാലും പ്രകൃതിയുടെ യാതൊരു വിധമായ കണ്ടാമിനേഷനും അവനെ ബാധിക്കുന്നില്ല. സോ അതിവിടെ സ്പഷ്ടമാക്കി പറയുകയാണ്. എന്താ പറയുന്നത്? അവിടുന്ന് പ്രകൃതി അങ്ങനെ സ്ഥിതി ചെയ്യുമ്പോഴും അവിടുന്ന് പ്രകൃതി ഗുണങ്ങളാൽ ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല. അത് മാത്രമല്ല, അതുപോലെ അവിടുന്ന് ശരണം പ്രാപിച്ചവരും അവിടുന്ന് ബുദ്ധി ഉറപ്പിച്ചവരും പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നില്ല. സോ ഇത് ശ്രീമദ് ഭാഗവത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ ആണ്, അല്ലെങ്കിൽ കൺഫർമേഷൻ ആണ് റാദർ. സോ 88-ാമത്തെ ശ്ലോകത്തിൽ പൂന സർവദാ ഈശ്വര തത്വ അചിന്യ ശക്തിഹയ. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ശക്തിയുടെ ഉടമയാണ് നിരപേക്ഷ സത്യമെന്ന് ഇவ்விധത്തിൽ ഭഗവത്ഗീതയും വീണ്ടും വീണ്ടും പ്രസ്താവിക്കുന്നു. സോ ഇത് ഭഗവത്ഗീതയിൽ തന്നെ ഇതേ കൺഫർമേഷൻ നമുക്ക് നൽകുന്നുണ്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ശക്തിയുടെ ഉടമയാണ് നിരപേക്ഷ സത്യം. ഇவ்விധത്തിൽ ഭഗവത്ഗീത വീണ്ടും വീണ്ടും ഊന്നി പറയുന്നു. അമിത ജഗത്തെ വസി ജഗത് അമതേ നാമി ജഗത്തെ വസി നാമ ജഗത്തെ. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഈ ഭൗതിക ലോകത്തിൽ സ്ഥിതി ചെയ്യുകയും ലോകം എന്നിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതേസമയം വാസ്തവത്തിൽ ഞാൻ ഭൗതിക ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല, ലോകം എന്നിൽ വിശ്രമിക്കുന്നുമില്ല. സോ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ശിലപ്രഭുപാദയുടെ ഭാവാർത്ഥം. ശിലപ്രഭുപാദ് കി ജയ്. ഭഗവാന്റെ ഇച്ഛയാൽ ഊർജിതപ്പെടുത്താതെ യാതൊരു അസ്തിത്വവും സാധ്യമല്ല. അതിനാൽ സമഗ്ര പ്രത്യക്ഷ സൃഷ്ടിയും ഭഗവാന്റെ ശക്തിയാലാണ് വിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഭൗതിക സൃഷ്ടിയും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനും ഒന്നു തന്നെയെന്ന് ഒരുവൻ കരുതരുത്. ഒരു മേഘം ആകാശത്തിൽ വിശ്രമിച്ചേക്കാം, പക്ഷെ ആകാശവും മേഘവും ഒന്നാണെന്ന് അതിനർത്ഥമില്ല. അതുപോലെ ഗുണമയിയായ പ്രകൃതിയും അതിന്റെ ഉത്പന്നങ്ങളും ഒരിക്കലും ഭഗവാന് തുല്യമല്ല. പ്രകൃതിയുടെ അഥവാ മായയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള പ്രവണത ഭഗവാന്റെ ലക്ഷണമാകയാൽ ആകാൻ തരമില്ല. ഭഗവാൻ ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടുന്ന് തന്റെ അതീന്ദ്രിയ പ്രകൃതത്തെ ഭൗതിക ഗുണങ്ങളാൽ ബാധിക്കപ്പെടാതെ നിലനിർത്തുന്നു. ആധ്യാത്മിക ഭൗതിക ലോകങ്ങളിലുടനീളം അവിടുന്ന് സദൈവ എല്ലാ ശക്തികളുടെയും നിയന്ത്രകനാണ്. മലിനപ്പെടാത്ത ആധ്യാത്മിക പ്രകൃതി എല്ലായ്പ്പോഴും അവിടുന്നിനുള്ളിൽ നിലനിൽക്കുന്നു. ഭഗവാൻ തന്റെ ലീലകൾക്ക് വേണ്ടി വിവിധ ഭാവങ്ങളിൽ ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. എങ്കിലും അവിടുന്ന് ഭൗതിക പ്രകൃതികളുടെ ഉദ്ഭവമാണ്. ഭൗതിക സൃഷ്ടിക്ക് പരമോന്നതനായ ഭഗവാനിൽ നിന്ന് വേറിട്ട് നിലനിൽക്കാനാവില്ല. എന്നാലും ഭഗവാൻ വിഷ്ണു ഭൗതിക പ്രകൃതിയുമായി ബന്ധമുണ്ടായിട്ടും പ്രകൃതിയുടെ സ്വാധീനത്തിന് കീഴിലാകുന്നില്ല. അവിടുത്തെ ആദിമമായ സച്ചിദാനന്ദ രൂപം ഒരിക്കലും പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് വിധേയനാകുന്നില്ല. പരമോന്നതനായ ഭഗവാന്റെ അചിന്ത്യ ശക്തികളുടെ ഈ പ്രത്യേക സവിശേഷയാണിത്. സോ ഇവിടെ പറയുന്നത് എന്താണ്? ഇത് ഭഗവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഭൗതിക ലോകത്തിൽ സ്ഥിതി ചെയ്യുകയും ലോകം എന്നിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതേസമയം വാസ്തവത്തിൽ ഞാൻ ഭൗതിക ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല, ലോകം എന്നിൽ വിശ്രമിക്കുന്നുമില്ല. സോ ഇവിടെ ഭഗവാന്റെ ആ അചിന്ത്യാഭേദ തത്വത്തെ കുറിച്ചിട്ട് പറയുകയാണ് ചെയ്യുന്നത്. സോ അപ്പൊ ഇതിൽ പറയുന്നത് ഈശോപനിഷത്തില് എത്ര പേര് ഈശോപനിഷത്ത് പഠിച്ചവരുണ്ട്? ഇതിൽ ഈശോപനിഷത്ത് പഠിച്ച എത്ര ഡിവോട്ടീസ് ഉണ്ട്? ഒന്ന് കൈ ഉയർത്താമോ? ഹരേ കൃഷ്ണ. അതിൽ ഹരേ കൃഷ്ണ. എല്ലാരും ആരും ഇല്ലേ ഇവിടെ? എല്ലാരും ഉപ്പേരി പറക്കുന്ന തിരക്കിലൊക്കെയാണോ? ഹരേ കൃഷ്ണ. എല്ലാരും കൈ ഉയർത്തിക്കേ. യെസ്, മായ മാതാജി കൈ ഉയർത്തി. പിന്നെ ആരാണ്? വേറെ ആരും ഇല്ലേ കൈ ഉയർത്തിയിരിക്കുന്നത്? ഇതാരാണ്? ഒരു മായ മാതാജി. ഒരാൾ മാത്രമേ ഉള്ളൂ ഈശോപനിഷത്ത് പഠിച്ചിരിക്കുന്നത്. ഉണ്ട്, ആരും കൈ ഉയർത്താത്തത് എനിക്കറിയാം. അല്ലെങ്കിൽ എന്തായാലും ഉപ്പേരി ഇറക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. ഹരേ കൃഷ്ണ. സോ മാതാജി കൈ താഴ്ത്തിക്കോളൂ, കുഴപ്പമില്ല. സോ നമ്മള് ഈശോപനിഷത്തില് എനിക്ക് തോന്നുന്നു 10ാമത്തെ 11ാമത്തെ ശ്ലോകത്തിലാണ് കൃഷ്ണ വാക്സ് അറ്റ് ദ സെയിം ടൈം ഹി ഡസന്റ് വാക്ക്. അങ്ങനെ പറയുന്ന 2 ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈശോപനിഷത്തില്. സോ അതിൽ പറയുന്നത് അതേ ശ്ലോകം തന്നെ, അതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള ശ്ലോകം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഭൗതിക ലോകത്തിൽ സ്ഥിതി ചെയ്യുകയും ലോകം എന്നിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതേസമയം വാസ്തവത്തിൽ ഞാൻ ഭൗതിക ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല, ലോകം എന്നിൽ വിശ്രമിക്കുന്നുമില്ല. സോ ഈ ഒരു തത്വമാണ് ചൈതന്യ മഹാപ്രഭു ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് അചിന്ത്യ ഭേദ തത്വം. Krishna is different from all the energy, but he is at the same time he is the same energy. He is the source of all energies. അല്ലെങ്കിൽ അത് പറയുന്നത് അതിൽ ഒന്നുകൂടി സ്പഷ്ടമായിട്ട് പറയുകയാണെങ്കിൽ, ഭഗവാനെ മനസ്സിലാക്കിയ ഒരു വ്യക്തി, ഭഗവാനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് എന്താണ്? That he can never understand the Lord. അദ്ദേഹത്തിന് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന തത്വം മനസ്സിലാക്കിയ ഒരുവനാണ് ഭഗവാനെ അറിഞ്ഞവൻ എന്നാണ്. അപ്പൊ ഭഗവാനെ അറിഞ്ഞോ? അറിഞ്ഞില്ല. എന്ന് അറിഞ്ഞില്ലേ? അറിഞ്ഞു. സോ we can never understand him because is that personality, അല്ലെങ്കിൽ that potency he has got. അദ്ദേഹത്തിനെ കുറിച്ച് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ആ തിരിച്ചറിവാണ് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അത് ഈ അചിന്ത്യാഭേദ തത്വത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഭഗവാൻ ഇവിടെ എല്ലായിടവും ഉണ്ട്, എന്നാൽ ഭഗവാൻ ഇവിടെ എങ്ങുമില്ല, ഗോലോക വൃന്ദാവനത്തിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു തത്വമാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരുന്നത്.
ചിന്തിയ ഐശ്വര്യ ഏയി ജാനിഹ അമാര ഏയി താഗി താര അർത്ഥ കൈല പാരാചാര. അല്ലയോ അർജുന, ഇത് എന്റെ അചിന്ത്യ ശക്തിയാണെന്ന് നീ അറിയുക. ഭഗവത്ഗീതയിൽ ഭഗവാനാൽ പ്രചരിക്കപ്പെട്ട അർത്ഥം ഇതിനുണ്ട്. ഇതാണ്. സോ അല്ലയോ അർജുന, ഇത് എന്റെ അചിന്ത്യ ശക്തിയാണെന്ന് നീ അറിയുക. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു. അചിന്ത്യം എന്ന് പറഞ്ഞാൽ ബിയോണ്ട് അവർ മെറ്റീരിയൽ കൺസെപ്ഷൻ, അല്ലെങ്കിൽ നമ്മളുടെ മെറ്റീരിയൽ സെൻസസ് ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു തത്വമാണ് ഭഗവാൻ. നമ്മൾ എത്രമാത്രം ശ്രമിച്ചാലും നമുക്കതൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഗ്രാഹ്യേ ബാഹ്യമിന്ദ്രിയൈ സേവോന്മുഖേതി ജിഹ്വാദോ സ്വയം ഏവ സ്ഫുരത്യത. It has to sprout by itself. It has to sprout by itself. സ്വയം ഏവ സ്ഫുരത്യത. എന്താണ്? നഗ്രാഹ്യ ബാഹ്യ ഇന്ദ്രിയ. നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ഇന്ദ്രിയങ്ങളുമായി നമുക്ക് ഭഗവാൻ എന്ന കൺസെപ്റ്റിനെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. So it has to be sprouted by itself by chanting the holy name of the Lord. So സ്വയം ഏവ സ്ഫുരത്യത. സോ അതാണ് ഭഗവാൻ അവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. സേയിത പുരുഷയൻര അംശധാരേ നാമ ചൈതന്യേര സംഗേ സേയി നിത്യാനന്ദ രാമ. വളരെ മനോഹരമായ ശ്ലോകമാണിത്. സേയിത പുരുഷ തൻര അംശധാരേ നാമ സംഗേ സേയി. ഹരേ കൃഷ്ണ. ചൈതന്യേര സംഗേ സേയി നിത്യാനന്ദ രാമ. ആ മഹാപുരുഷൻ കാരണോദകശായി വിഷ്ണു ശ്രീ ചൈതന്യന്റെ പ്രിയപ്പെട്ട സഹചരനായ നിത്യാനന്ദ ബലരാമന്റെ ഒരു സമഗ്ര അംശ വിസ്തരണമായി അറിയപ്പെടുന്നു. സോ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ വന്നിരിക്കുന്നത് ആരാണ്? ആ മഹാപുരുഷൻ കാരണോദകശായി വിഷ്ണു ആയിട്ടുള്ള ആ സംകർഷണൻ അല്ലെങ്കിൽ ആ ബലരാമൻ ആണ് ശ്രീ ചൈതന്യന്റെ പ്രിയപ്പെട്ട സഹചരനായ നിത്യാനന്ദ ബലരാമന്റെ ഒരു സമഗ്ര അംശ വിസ്തരണമായി അറിയപ്പെടുന്നു എന്ന് ഇവിടെ പറയുകയാണ്. ഏത നവമ ശ്ലോകേര അർത്ഥ വിവരണ ദശമ ശ്ലോകേര അർത്ഥ ശൂനദിയാനാമന. ഞാൻ 9ാം ശ്ലോകം ഇപ്രകാരം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി 10ാമത്തെ ശ്ലോകം വിശദീകരിക്കാം. ദയവായി അത്യന്തം ശ്രദ്ധയോടെ ശ്രവിക്കുക. സോ ഓരോരോ ഭാഗത്തിന്റെ ശ്ലോകങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചു തരുന്നത്. അതായത് ആദിലീലയില് 1ാമത്തെ അധ്യായത്തിൽ ഞാൻ ആദ്യമേ ക്ലാസ്സിൽ പറഞ്ഞതാണ് എങ്ങനെയാണ് എക്സ്പ്ലനേഷൻസ് വരുന്നത് എന്ന്. സോ ചരിതാമൃതം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ ആ കണ്ടൻസ്ഡ് ശ്ലോക അല്ലെങ്കിൽ ആ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ശ്ലോകത്തിന്റെ എക്സ്പാൻഷൻസ് ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പൊ ഇപ്പൊ ഇത്രയും നേരം നമ്മൾ കേട്ടത് ഏതാണ്ട് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ് 50 മുതൽ 92 വരെയുള്ള ശ്ലോകം എന്ന് പറയുന്നത് ആണ് ആദിലീലയിലെ 1ാമത്തെ അധ്യായത്തിൽ 9ാമത്തെ ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ. സോ ആ 9ാമത്തെ ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്താണ് 1ാമത്തെ അധ്യായത്തിലെ 9ാമത് ശ്ലോകം എന്ന് പറയുന്നത്? അത് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. മായാഭർത്താജാണ്ഡ സംഘാശ്രയാശ്രയാംഗ ശേതേ സാക്ഷാത്കാരണാംബോധി മധ്യേ യസ്യേകാംശ പുമാൻ ആദിദേവസ്തം നിത്യാനന്ദരാമം പ്രപദ്യേ. ഈ ശ്ലോകത്തിന്റെ അർത്ഥമാണ് അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് 50ാമത്തെ ശ്ലോകം മുതൽ ഈ അധ്യായത്തിന് 5ാമത്തെ അധ്യായത്തിന്റെ 50ാമത്തെ ശ്ലോകം മുതൽ 92ാമത്തെ ശ്ലോകം വരെ നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഇനി പറയുന്നത് അദ്ദേഹം ശ്രീ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി 10ാമത്തെ ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയാൻ വരുന്നത്. 10ാമത്തെ ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സോ ഞാനിപ്പോ അതിലേക്ക് നമുക്ക് കടക്കുന്നില്ല. സോ അതിനു മുൻപ് നമ്മളിപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ സെലിബ്രേഷനായ ഓണത്തിന്റെ സെലിബ്രേഷനെ കുറിച്ചും പിന്നെ സമയം എത്രയായി, സമയമുണ്ട് എങ്കിൽ നമുക്ക് യമുനാചാര്യയുടെ ബാക്കി കഥ കേൾക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആദ്യത്തെ ഭാഗം കേട്ടത് എത്ര പേരുണ്ട് ഇവിടെ? ഹരേ കൃഷ്ണ.
എല്ലാത്തിനും നമുക്ക് ഒരു കൈ പൊങ്ങുന്നുണ്ട്, വേറെ ആരുമില്ല. വേറെ ആരുടെയും കൈകൾ കാണുന്നില്ലല്ലോ കൃഷ്ണ. ഒരാൾ മാത്രമേ കഴിഞ്ഞ ക്ലാസ് കഥ കേട്ടുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാന് പ്രഭുവിന്റെ ഇതിലാ കയറിയിരിക്കണത്. ഞാനും ഉണ്ടായിരുന്നു അതില്, വിഷ്ണുപ്രിയ. എവിടെ കയറിയിരിക്കുന്നത്? ഞാനേ പ്രഭുവിന്റെ ഐഡിയിലാണ് കയറിയിരിക്കണത്. ആ ഓക്കെ, രണ്ട് കൈകൾ പോകുന്നു. ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ. വേറെ ആരാണ് കേട്ടിരിക്കുന്നത്? ആരും കേട്ടില്ല. ബാക്കി ആരും കേട്ടില്ല യുവനാചാര്യയുടെ ആദ്യത്തെ കഥ. സോ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ പറയുന്നില്ല. നമുക്ക് ഓണത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓണത്തിന്റെ കൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മിക്കവാറും നമ്മൾ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം എന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ ഒന്നുകൂടി ഒരു റിമൈൻഡർ ആവശ്യമുണ്ടോ? അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നു ചൈതന്യ ചരിതാമൃതം, അതോ യമുനാചാര്യ കഥ പറയണം? ഏത് പറയണം? പറയൂ, നിങ്ങൾ തീരുമാനിക്കുക. ചൈതന്യ ചരിതാമൃതം കണ്ടിന്യൂ ചെയ്യണോ, യമുനാചാര്യ കഥ കേൾക്കണോ, ഓണത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം? യമുനാചാര്യയുടെ കഥ കേൾക്കണം. യമുനാചാര്യയുടെ കഥ. ഓക്കെ. സോ യമുനാചാര്യയുടെ കഥ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ആരാണ് യമുനാചാര്യ, അല്ലെങ്കിൽ അദ്ദേഹം 5 വയസ്സുള്ള ബാലനായിരുന്ന സമയത്ത് എങ്ങനെയാണ് ആ സ്ഥലത്തുണ്ടായിരുന്ന രാജാവിന്റെ രാജസദസ്സിലെ ദിഗ്വിജയ പണ്ഡിറ്റ്, അല്ലെങ്കിൽ വലിയ ജ്ഞാനിയായ പണ്ഡിറ്റിനെ എത്ര ഇന്റലിജൻസോട് കൂടി, അതിബുദ്ധിപരമായ മാർഗത്തിലൂടെ അദ്ദേഹം ദിഗ്വിജയ പണ്ഡിറ്റിനെ തോൽപ്പിച്ച് രാജ്ഞിയും രാജാവും തമ്മിലുള്ള ബെറ്റ് വെച്ചതിൽ, അല്ലെങ്കിൽ വാഗ്വാദത്തിൽ അദ്ദേഹത്തിന് രാജ്യത്തിന്റെ പകുതി രാജ്യഭാരം, അല്ലെങ്കിൽ പകുതി രാജ്യത്തിന്റെ രാജാവായി അദ്ദേഹത്തിനെ അഭിഷിക്തനാക്കുകയും ചെയ്ത് നമ്മൾ കഥ കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി. അങ്ങനെ രാജാവായതിനു ശേഷം അദ്ദേഹത്തിന് വേണ്ട തരത്തിലുള്ള, അതായത് വളരെ കൊച്ചു പയ്യനായിരുന്നു, ഇപ്പൊ രാജ്യഭാരം ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സമയമല്ലായിരുന്നു. അതിന് വേണ്ട രീതിയിലുള്ള എല്ലാ എഡ്യൂക്കേഷനും കൊടുത്ത് തക്കതായ പ്രായമായപ്പോൾ അദ്ദേഹത്തിനെ രാജാവാക്കി മാറ്റി. അങ്ങനെ രാജാവാക്കി മാറ്റിയ ശേഷം അദ്ദേഹം ആദ്യം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ 5 വയസ്സ് വരെ എത്രമാത്രം ഗുരുഭക്തിയോടുകൂടി ജീവിച്ചിരുന്ന ഒരു ഭക്തൻ ആയിരുന്നോ, അതിന് നേരെ ഓപ്പോസിറ്റ് ആവുകയാണ് ചെയ്തത് യമുനാചാര്യൻ. അങ്ങനെ ഓപ്പോസിറ്റ് ആകുക, അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു മെറ്റീരിയലിസ്റ്റിക് പേഴ്സണായി, ഒരു രാജാവ്, തികഞ്ഞ രാജാവ്, ഒരു ക്ഷത്രിയ രീതിയിലുള്ള രാജഭരണവും വളരെ നീതിപൂർവമായ രാജഭരണവും, എന്നാൽ തന്റെ രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി അടുത്ത അയൽ രാജ്യങ്ങളുമായി യുദ്ധങ്ങളെല്ലാം ചെയ്ത് വെട്ടിപ്പിടിച്ച് രാജ്യമെല്ലാം വളരെ വിപുലമാക്കുകയും അങ്ങനെ വലിയ ഒരു രാജാവായി തന്നെ വാണുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു സന്യാസി ശ്രേഷ്ഠൻ വന്നിട്ട് എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ, അതായത് യമുനാചാര്യയുടെ അല്ലെങ്കിൽ ആ രാജാവിന്റെ കുക്കിനെ കൈവശപ്പെടുത്തിയിട്ട് എല്ലാ ദിവസവും അദ്ദേഹം ഒരു കെട്ട് ചീര, അപ്പൊ രാജാവിനെ കാണാനുള്ള ഒരു അവസരം ഇദ്ദേഹം ചോദിച്ചപ്പോൾ ആരും കൊടുത്തില്ല. അപ്പം ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എല്ലാ ദിവസവും ഒരു കെട്ട് ചീര, ചീര തൂത്തുവിളക്കീര എന്ന് പറയുന്ന ഒരു കീരയുണ്ട്. ഇറ്റ്സ് വെരി വെരി മച്ച് എന്താ പറയാ, മെഡിസിനൽ വാല്യൂ ഉള്ള, വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പ്രത്യേകതരം സ്പിനാഷ് ആണ്, അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾ ആണ് ഈ തൂതുവിളക്കീര. തമിഴ് ആയതുകൊണ്ട് എൻ്റെ വൈഫ് ഹെൽപ്പ് ചെയ്യാണ്. സോ തൂതുവിളക്കീര എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാക്കിയാൽ നമുക്ക് ആകെപ്പാടെ 3-4 ചീര വർഗ്ഗങ്ങളേ ഉള്ളൂ. തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 50 വെറൈറ്റി ചീരയെങ്കിലും ഉണ്ടാവും. അവര് അവിടെ എവിടെയും കാണുന്ന ചപ്പും ചേറും ഒക്കെ മേടിച്ച് എടുത്ത് കഴിക്കുന്ന, പക്ഷെ എന്ന് വെച്ചാൽ വളരെ മെഡിസിനൽ വാല്യൂ ഉള്ളത്. വൈഫ് ചിരിക്കുന്നു കേട്ടോ, അവിടെയുള്ള ചപ്പും ചേറും വൈകി കഴിക്കുന്നു പറഞ്ഞു. പക്ഷെ എല്ലാം വളരെ മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. നമ്മളിവിടെ ആകെപ്പാടെ 3-4 ചീര കഴിക്കുന്നതായിട്ടുള്ള എനിക്കറിയുള്ളൂ. അപ്പോൾ ഒരു 50 വെറൈറ്റികൾ മിനിമം ഉണ്ടാവും. അപ്പൊ അതിലുള്ള ഒരെണ്ണമാണ് ഈ തൂതുവിളക്കീര എന്ന് പറയുന്നത്. ഹൈലി മെഡിസിനൽ വാല്യൂവും, അത് വയറ്റിലെ എല്ലാ കേടുകളും മാറ്റുന്ന തരത്തിലുള്ളതും, എന്നാൽ ഹൈലി ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ചീരയുമാണ് ഈ തൂതുവിളക്കീര എന്ന് പറയുന്ന സാധനം. അപ്പൊ അത് ഈ ഒരു സന്യാസി ശ്രേഷ്ഠ എല്ലാ ദിവസവും ഈ അവിടുത്തെ ഷെഫ് അല്ലെങ്കിൽ ചീഫ് കുക്കിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ അദ്ദേഹം അതിനെ കട്ട് ചെയ്ത് അപ്പം കറി ഉണ്ടാക്കും. കറി അല്ലെങ്കിൽ തോരൻ പോലെ എന്തെങ്കിലും ഉണ്ടാക്കി എല്ലാ ദിവസവും രാജാവിന്റെ പ്ലേറ്റിലെ ഒരു ഡിഷ് എന്ന് പറയുന്നത് ഈ ചീരയാണ്.
So there is not a single day that he has discontinued അല്ലെങ്കിൽ stopped this service. അപ്പൊ എല്ലാ ദിവസവും കൊണ്ട് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ കഴിച്ച് എല്ലാ അപ്പം രാജാവിന് ഇപ്പൊ അതൊരു ഹാബിറ്റായി. It's like say years together, 1 or 2, 3 years കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് രാജാവിന് ഒരു ഹാബിറ്റായി ഇത് കഴിച്ചിട്ട് എല്ലാ ദിവസവും കഴിച്ചു. സോ ലൈക്ക് ഹെൽത്തി വൈസും വളരെ നല്ലതാണ്. ലൈക്ക് രാവിലെ മോഷൻ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പോകുന്നു. സോ അതെല്ലാം നല്ല ഇതായിട്ടിരിക്കുന്നു. ഒരു ദിവസം ഓൾ ഓഫ് എ സഡൻ ഹി സ്റ്റോപ്ഡ് ഗിവിംഗ് ദിസ്. അപ്പൊ ഈ കുക്ക് നോക്കുമ്പോ ആള് വന്നില്ല. സാറില്ല, ഒരു ദിവസമല്ലേ, കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് കുക്ക് രാജാവിന് രാജവിഭവങ്ങളെല്ലാം വിളമ്പി വിത്തൗട്ട് ദിസ് ചീര അല്ലെങ്കിൽ ഈ സ്പിനാഷ് അല്ലെങ്കിൽ ഈ ലീഫി വെജിറ്റബിൾ കറി ഇല്ലാത്ത ഡിഷ് വിളമ്പി. രാജാവ് ചോദിച്ചു, ആ സാധനം എവിടെ? അപ്പോഴാണ് രാജാവിൻ്റെ അടുത്ത് ആ കുക്ക് പറയുന്ന അല്ലെങ്കിൽ വിളമ്പി കൊടുത്ത ആള് പറയുന്നു. അപ്പൊ ആ വിളമ്പി കൊടുത്ത ആള് ചോദിച്ചു, ശരി അതില്ലല്ലോ, ഉടനെ കുക്കിനോട് ചോദിച്ചു. അപ്പൊ കുക്ക് അന്നേരമാണ് പറയുന്നത്, എല്ലാ ദിവസവും, അതായത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും ഇത് അങ്ങയുടെ ഡിഷിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നത് ഒരു സന്യാസിയാണ്, ഇതൊരു ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെയോ? അപ്പൊ രാജാവ് ചോദിക്കും, അങ്ങനെയോ? ഓക്കെ, ചിലപ്പോൾ നാളെ കൊണ്ടുവരുമായിരിക്കും. സോ ഹി ഡിഡ്ന്റ് കം ദാറ്റ് ഡേ. ഫസ്റ്റ് ഡേ വന്നില്ല, സെക്കൻഡ് ഡേ വന്നില്ല, തേർഡ് ഡേ വന്നില്ല. അപ്പൊ രാജാവ് വിചാരിച്ചു, എന്താ ഇപ്പൊ കൊണ്ടുവരാത്തത്? അയക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഹി നെവർ ടുക്ക് മണി. ഇത് ഒരു ദിവസം പോലും പൈസ മേടിച്ചില്ല. ഹി വാസ് ഡൂയിങ് ഇറ്റ് all as a free service every single day till now. ഒരു ദിവസം പോലും വ്യത്യാസമില്ലാതെ, 5 പൈസ പോലും മേടിക്കാതെ, ഒരു പ്രതിഫലവും മേടിക്കാതെ അദ്ദേഹം ഇത് ഫ്രീ ആയിട്ട് തരികയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് അതിശയമായി. അപ്പോ എന്റെ ഹെൽത്ത് അല്ലെങ്കിൽ എന്റെ വെൽബീയിങ് സ്വയമായിട്ട് ഒന്നും ആഗ്രഹിക്കാതെ എന്റെ വെൽബീയിങ് മാത്രം സങ്കല്പിച്ചുകൊണ്ട് എനിക്ക് ഈ ചീര കൊണ്ടു തന്ന വ്യക്തിയെ എനിക്ക് കാണണം എന്ന് രാജാവ് ആവശ്യപ്പെട്ടു. അങ്ങനെ രാജാവിന്റെ ഓർഡർ പ്രകാരം ഇവിടെ ഈ രാജ്യത്തെ എല്ലാ രാജപാലകരും എല്ലാവരും ഇവരും ഒക്കെ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുകയാണ്. അങ്ങനെ തെരഞ്ഞ് അവസാനം രാജ്യത്തിന്റെ ഏതോ അതിർത്തിയിൽ ഈ സന്യാസി അല്ലെങ്കിൽ ഈ ബ്രഹ്മചാരിയായിട്ടുള്ള സകാവി വസ്ത്രം ധരിച്ച അദ്ദേഹത്തിനെ കാണും. അങ്ങനെ അദ്ദേഹത്തിനെ കാണുമ്പോ ചോദിക്കും, ജസ്റ്റ് 1 second, ഹോൾഡ് ഓൺ. ഹരേ കൃഷ്ണ, സോറി, ക്ഷമിക്കുക, ആരോ ഒരാൾ വന്നു. സോ അപ്പൊ അങ്ങനെ എവിടെയാണ് അങ്ങനെ ഈ അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ സൈനികന്മാര് അല്ലെങ്കിൽ രാജഭടന്മാര് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു കാവ്യവസ്ത്രം കൊടുത്ത ഒരു മധ്യവയസ്കൻ അല്ലെങ്കിൽ 50 above ആ രീതിയിലുള്ള വയസ്സുള്ള ഒരു സന്യാസി ശ്രേഷ്ഠനായിരുന്നു. സോ അദ്ദേഹത്തിനെ രാജാവ് അടുത്ത് വിളിച്ച് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എനിക്കിത് കൊണ്ടു തന്നത്? അവ പറയൂ, അങ്ങയുടെ വെൽബീയിങ് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇത് ഓൾ ഓഫ് എ സഡൻ സ്റ്റോപ്പ് ചെയ്യിച്ചു? അപ്പൊ പറഞ്ഞു, എനിക്ക് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങയെ ഒന്ന് കാണണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെയോ? അപ്പൊ എന്നെ കാണുക മാത്രമെന്ന ആഗ്രഹം കൊണ്ട് നിങ്ങൾ ഇത്ര വലിയ ഒരു ത്യാഗം ചെയ്തല്ലോ, ഇത്രയും വർഷങ്ങളോളം എനിക്ക് ഈ സാധനം കൊണ്ടു തന്നല്ലോ, വളരെ സന്തോഷം. അങ്ങനെ പറഞ്ഞ് രാജാവ് തീർച്ചയായിട്ടും ദർശനം ആ സമയത്ത് കാണാൻ അനുവദിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്താണ് നേടുന്നത്, അല്ലെങ്കിൽ എന്താണ് എന്നോട് പറയാനുള്ളത്? അപ്പൊ പറയൂ, താങ്കൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കാണുന്ന സുഖ സൗകര്യങ്ങൾ, ഐശ്വര്യങ്ങൾ, സമ്പത്തുക്കൾ, ഇതിനേക്കാൾ എത്രയോ മടങ്ങ് വാല്യൂ ഉള്ള ഒരു ട്രഷർ അങ്ങേക്ക് നൽകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കാണാൻ ആഗ്രഹിച്ചത്. അങ്ങേക്ക് അത്രയും വലിയൊരു ട്രഷർ അങ്ങേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറച്ചു ദൂരെ ഒരു സ്ഥലത്ത്. അത് അങ്ങയെ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ അങ്ങേക്ക് തരികയാണ് എൻ്റെ ഉദ്ദേശം.
അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ അത് കേൾക്കുമ്പോൾ രാജാവിന് ഒന്നുകൂടി ആകാംക്ഷയാകും. അപ്പം ഇപ്പോൾ ഉള്ള സ്വത്തിനേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള അല്ലെങ്കിൽ മടങ്ങ് വാല്യൂ ഉള്ള ട്രഷർ എനിക്ക് വേണ്ടി അദ്ദേഹം കാണിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം പറയും, അത് അങ്ങനെയാണെങ്കിൽ അത് എവിടെയുണ്ട് എന്ന് പറയാം. അപ്പൊ പറയും, അത് 7 മതിൽക്കെട്ടുകൾക്കുള്ളിലാണ് ഇരിക്കുന്നത്. 7 മതിൽക്കെട്ടുകൾക്കുള്ളിലോ? അപ്പൊ അത്രയും വലിയ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കണമെങ്കിൽ അത്രയും വാല്യൂ ഉള്ളതായിരിക്കണമല്ലോ. അതെ, തീർച്ചയായിട്ടും അത്രയും വാല്യൂ ഉള്ളതാണ്. അപ്പോ അങ്ങനെയെങ്കിൽ വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയും. അപ്പൊ കടലിന് നടുക്ക് അല്ലെ, നദിയുടെ നടുക്ക്, ഒരു നദിയുടെ നടുക്ക് 7 കാവൽ കെട്ടുകൾക്കുള്ളിൽ ഇരിക്കുന്ന നിധിയാണ് എന്ന് പറയും. അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെയെങ്കിൽ നമുക്ക് ആ നിധിശേഖരത്തിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രാജാവ് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങും. അപ്പൊ സന്യാസി ശ്രേഷ്ഠൻ പറയും, ഒരു നിമിഷം വെയിറ്റ് ചെയ്താട്ടെ, പക്ഷെ അവിടെ പോകണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് രാജാവ് പറയും, രാജഭടന്മാരെല്ലാം ഒരുക്കൂ, സൈന്യത്തെ റെഡിയാക്കൂ, ആനപ്പട, കാലാൾപ്പട, കുതിരപ്പട, സർവ്വ സൈന്യത്തോടും കൂടി നമുക്ക് ട്രഷർ എടുക്കാൻ പോകാം എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് രാജാവ് ഓർഡർ കൊടുക്കും. അപ്പൊ രാജാവ് സിംഹാസനത്തിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സന്യാസി ശ്രേഷ്ഠൻ പറയും, ഒരു നിമിഷം വെയിറ്റ് ചെയ്യൂ, അങ്ങോട്ട് പോകണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അതെന്ത് കണ്ടീഷനാണ്? അപ്പൊ പറഞ്ഞു, താങ്കൾ ഒറ്റയ്ക്ക് മാത്രമേ വരാൻ സാധിക്കൂ. താങ്കൾ മാത്രം എന്റെ കൂടെ വന്ന് എങ്കിൽ മാത്രമേ ആ ട്രഷർ നമുക്ക് നേടാൻ സാധിക്കുള്ളൂ. എല്ലാവരുമായി പോയാൽ നമുക്കത് കിട്ടത്തില്ല. അപ്പൊ പറയും, ഓ അങ്ങനെയോ, അതെന്താ അങ്ങനെ എനിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നേ? പറഞ്ഞു, അങ്ങക്ക് ആ നിധി വേണമെങ്കിൽ അങ്ങ് ഒറ്റയ്ക്ക് വരണം. ശരി, ഞാൻ ഒറ്റയ്ക്ക് വരാം. രാജാവ് ഫുൾ ഐശ്വര്യത്തോടുകൂടി പിന്നെ ആഭരണങ്ങളും കിരീടവും എല്ലാം വാളും പരിചയം എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആരും വരണ്ട, ഞാൻ തനിയെ പൊക്കോളാം, ഇദ്ദേഹത്തിലൂടെ ഞാൻ തനിയെ പൊക്കോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോകാൻ ഇറങ്ങുമ്പോൾ പറയും, അടുത്തൊരു കണ്ടീഷൻ, അങ്ങ് ഈ വേഷത്തിൽ വന്നാൽ സാധിക്കില്ല. ഞാൻ പോകുന്നത് പോലെ ഒരു സാധാരണക്കാരന്റെ വേഷത്തിൽ വേണം വരാൻ. ഒരു ഉടുമുണ്ടും ഒരു ഉത്തിരിയവും മാത്രം, ഈ മാലയും ആഭരണവും കിരീടവും രാജകീയ ആഭൂഷണങ്ങളും അല്ലെങ്കിൽ രാജകീയ വസ്ത്രങ്ങളും ഇതൊന്നും പാടില്ല. അങ്ങനെ പറഞ്ഞ് രാജാവ് അതിനും തയ്യാറാവും. ഇതെല്ലാം അഴിച്ച് വസ്ത്രം ഇട്ടുകൊണ്ട് കുതിരപ്പുറത്ത് പോകാൻ തുടങ്ങും. അതും പാടില്ല, താങ്കൾ എൻ്റെ കൂടെ നടന്നു വേണം വരാൻ. അങ്ങനെ കുതിരയും പറഞ്ഞു വിട്ടിട്ട് രാജാവ് അത്രയ്ക്ക് അദ്ദേഹത്തിന് മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ആയി കഴിഞ്ഞു. 5 വയസ്സുള്ളപ്പോൾ എങ്ങനെ നിന്ന ഒരു ബാലൻ എത്രമാത്രം ആധ്യാത്മികപരമായ ജ്ഞാനവും ഉന്നതമായ തലത്തിൽ നിന്ന വ്യക്തി ഈ ഭൗതിക അറ്റാച്ച്മെന്റ് കൂടി കാരണം ഇത്രയും വീണ്ടും വീണ്ടും അറ്റാച്ച്മെന്റിലേക്ക് പോയി. അപ്പൊ ഈ നിധി നേടുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ നിന്ന ആ ഒരു വ്യക്തിയായിട്ട് ഇന്ന് രാജാവ് യമുനാചാര്യൻ മാറുകയാണ് ചെയ്തത്. അങ്ങനെ വന്നതിന് ശേഷം തനിയെ ഒറ്റയ്ക്ക് നടന്ന് ഈ സന്യാസി ശ്രേഷ്ഠനോട് നടന്നു പോകാൻ തയ്യാറായിട്ട് അങ്ങനെ പോകാനായിട്ട് തുടങ്ങുമ്പോ ഹരേ കൃഷ്ണ, ക്ഷമിക്കുക, ഈ സമയത്ത് ചില ആൾക്കാർ വീട്ടിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്, സോറി. സോ അങ്ങനെ അദ്ദേഹം പോകാനായി തയ്യാറായി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഈ സന്യാസി ശ്രേഷ്ഠൻ യമുനാചാര്യന്റെ തന്റെ പഴയ കഥകൾ പറഞ്ഞ് ഓർമ്മിപ്പിച്ചു തുടങ്ങി. ഓരോ സ്റ്റെപ്പിലും അദ്ദേഹം പറയുന്നു, അന്ന് നീ ഇങ്ങനെ ആയിരുന്നു, 5 വയസ്സുള്ള ഒരു ബാലനായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഓർമ്മയുണ്ടോ? അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഓർമ്മിപ്പിച്ച് വേദശാസ്ത്രങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷനും നടത്തി. അങ്ങനെ പലതരത്തിലുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളും ചർച്ചകളും ഡിസ്കഷൻസും, അങ്ങനെ പല കാര്യങ്ങൾ വേദശാസ്ത്രങ്ങളെക്കുറിച്ച്, ഗ്രന്ഥങ്ങളെക്കുറിച്ച്, ആധ്യാത്മികപരമായ കാര്യങ്ങളെക്കുറിച്ച്, മനുഷ്യ ലക്ഷ്യത്തെക്കുറിച്ച്, മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്താണെന്നതിനെ കുറിച്ചുള്ള പല ചർച്ചകളും പല കാര്യങ്ങളും ഡിസ്കഷൻ നടന്ന് ഏതാണ്ട് പകുതി വഴി എത്തിയപ്പോൾ തന്നെ യമുനാചാര്യൻ എന്ന
ആധ്യാത്മിക ഗുരുവിന്റെ ജന്മം അവിടെ എടുക്കുകയാണ് ചെയ്തത്. അതായത് അതുവരെ ഒരു തികഞ്ഞ ഭൗതികസ്ഥനായ ഒരു രാജാവായിരുന്ന ആ രാജാവ് ഏതാണ്ട് പകുതി വഴി എത്തിയപ്പോഴേക്ക് ഈ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഈ ഗുരുവിന്റെ സത്സംഗത്തിലൂടെ, ഡിസ്കഷനിലൂടെ, അദ്ദേഹത്തിൽ നിന്ന് ശ്രവിച്ച ജ്ഞാനത്തിലൂടെ അദ്ദേഹം ഒരു ഉന്നതനായ ഒരു ആധ്യാത്മിക വ്യക്തിയുടെ രൂപം വന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ വീണ്ടും കുറച്ചുകൂടി നടന്നു ചെന്നപ്പോൾ അവരാ 7 മതിൽക്കെട്ടുകളുള്ള ആ ട്രഷറിന്റെ ആദ്യ കവാടത്തിലെത്തി. ആ ആദ്യ കവാടം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ശ്രീരംഗപട്ടണമായിരുന്നു. ശ്രീരംഗം എന്ന് പറയുന്ന ക്ഷേത്രത്തില് 7 ഗോപുരങ്ങളാണുള്ളത്. ആ 7 ഗോപുരങ്ങൾ താണ്ടി അകത്ത് ചെല്ലുമ്പോഴാണ് ശ്രീരംഗനാഥൻ എന്ന് പറയുന്ന ആ ട്രഷർ അവിടെ വസിക്കുന്നത്. അങ്ങനെ ആ 7 ഗോപുരങ്ങൾ താണ്ടി അങ്ങനെ യമുനാചാര്യന് ആ യഥാർത്ഥ ജ്ഞാനം ആ ഗുരുനാഥൻ നൽകുകയും ആ ഗുരുനാഥൻ പറഞ്ഞു, നിന്നെ ഈ 7 ഗോപുരത്തിനുള്ളിൽ നിൽക്കുന്ന ട്രഷർ, ഏറ്റവും അതിവിപുലം അല്ലെങ്കിൽ ഒരിക്കലും മൂല്യങ്ങൾ മതിക്കാനാവാത്തതായ ട്രഷറായ ശ്രീ രംഗനാഥനെ നൽകുകയായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് സ്വയം അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തു. യമുനാചാര്യന്റെ ഗുരുനാഥനായ ആ ഗുരുവിന്റെ മറ്റൊരു ശിഷ്യനായിരുന്നു ഇദ്ദേഹം. ആ ഗുരുനാഥൻ മരിക്കുന്ന സമയത്ത് മരണശയ്യയിൽ കിടന്നുകൊണ്ട് അവസാനമായിട്ട് പറഞ്ഞ ആഗ്രഹം ഈ ഒന്നാണ്: യമുനാചാര്യനെ തിരിച്ച് നീ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുവരണം. അവൻ ഒരുപാട് കടമകൾ ഈ ഭൗതിക ലോകത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. അവനെ അങ്ങനെ രാജാവായി ജീവിച്ച് മരിക്കാനുള്ള വ്യക്തി അല്ല അവൻ എന്ന് പറഞ്ഞ് ആ അവസാനത്തെ ആഗ്രഹം ആ ഗുരുനാഥൻ കൊടുത്തത് ഈ ശിഷ്യനായിരുന്നു. ആ ശിഷ്യനാണ് തന്റെ കടമ യമുനാചാര്യനെ ആ ഭൗതികതയിൽ നിന്ന് ആധ്യാത്മികതയിലേക്ക് കൊണ്ടുവരാനായി ശ്രമിച്ച ഈ ഒരു വിവരം. അങ്ങനെ അദ്ദേഹം ശ്രീരംഗനാഥന്റെ മുൻപിൽ കൊണ്ടുവന്ന്, ഇതാണ് നിനക്ക് വേണ്ടി നൽകി വെച്ചിരുന്ന അല്ലെങ്കിൽ കാത്തുവെച്ചിരുന്ന ട്രഷർ എന്ന് പറഞ്ഞ് രംഗനാഥനെ കാണിച്ചു കൊടുത്ത്, അങ്ങനെ യമുനാചാര്യൻ രംഗനാഥന്റെ പാതാരവിന്ദങ്ങളിൽ സ്വയം സമർപ്പിച്ച് തിരിച്ച് അദ്ദേഹം ആ രാജ്യത്തിലേക്ക് പോവുകയേ ചെയ്തില്ല. അതിനുശേഷം അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം മെഡിറ്റേഷനും ഭഗവത്ഗീത പ്രചാരണവും അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് വളരെ നിഗൂഢമായ രീതിയിൽ പഠിക്കുകയും അതിന് ഉതകുന്നതായ ഗ്രന്ഥങ്ങൾ എഴുതുകയും പിന്നെ ദിവ്യപ്രബന്ധം എന്ന് പറയുന്ന 4000 ദിവ്യപ്രബന്ധങ്ങളെ കുറിച്ച് പ്രചരിപ്പിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ നിന്ന് വന്ന ഒരു രൂപം, വിഗ്രഹം അദ്ദേഹം സ്വയം കൊത്തി ഉണ്ടാക്കി. രാമാനുജാചാര്യൻ ഇനി വരാൻ പോകുന്ന ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിന്റെ അടുത്ത ആചാര്യൻ ഇന്നയാളാണ് എന്ന് രാമാനുജാചാര്യൻ ജനിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ഫ്യൂച്ചറിലേക്കുള്ള പ്രഡിക്ഷൻ വരെ നടത്തിയ വ്യക്തിത്വമായി യമുനാചാര്യൻ മാറുകയാണ് ചെയ്തത്. സോ ഇതാണ് യമുനാചാര്യന്റെ കഥ. അതിനുശേഷം അദ്ദേഹം രാമാനുജാചാര്യനെ അദ്ദേഹം 2-3 പ്രാവശ്യം കാണാനുള്ള അവസരം ലഭിച്ചു. പക്ഷെ അദ്ദേഹം ഒരിക്കലും അവർ തമ്മിൽ കണ്ടുമുട്ടാൻ സാധിച്ചില്ല. അങ്ങനെ യമുനാചാര്യൻ രാമാനുജാചാര്യനുമായിട്ട് അവർക്ക് ടെലിപ്പതി ഉണ്ട്. മീൻസ് ദേ ആർ കൺവേഴ്സിംഗ് ത്രൂ ദ സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷെ അവർക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല. രാമാനുജാചാര്യൻ അതിഭയങ്കരമായ തീവ്രമായ ആഗ്രഹമുണ്ട് യമുനാചാര്യനെ കാണാൻ പോകണമെന്ന്. അങ്ങനെ പല പ്രാവശ്യവും വീട്ടിൽ നിന്ന് ഇറങ്ങി, പക്ഷെ യാത്ര മുഴുവിക്കാൻ പറ്റാതെ തിരിച്ചു വരും. അങ്ങനെ 2-3 പ്രാവശ്യം പോയി അവസാനം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ആരോ ഒരാൾ വന്നിട്ട് പറയും, യമുനാചാര്യൻ മരണശയ്യയിൽ കിടക്കുമ്പോൾ പറയും, എനിക്ക് രാമാനുജാചാര്യനെ കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനെ പറഞ്ഞു വിടും. അങ്ങനെ ശിഷ്യൻ വന്ന് രാമാനുജാചാര്യനെ വിളിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴേക്ക് അദ്ദേഹം ശരീരം വെടിയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ശരീരം വെടിയുന്ന സമയത്ത് സാധാരണഗതിയിൽ എല്ലാവരുടെയും 10 വിരലുകളും കൈകൾ തുറന്നാണ് കിടക്കുന്നത്. ഭൗതിക ആസക്തി ഉള്ളവരാണെങ്കിൽ കൈകൾ ചുരുണ്ടിരിക്കുമെന്ന് പറയും. അതായത് മരിക്കുന്ന സമയത്ത് കൈ ചുരുണ്ടാണ് മരിക്കുന്നതെങ്കിൽ ആ ഭൗതിക ആസക്തിയോടുകൂടിയാണ് വ്യക്തി മരിക്കുന്നത്. എന്നാൽ കൈകൾ രണ്ടും തുറന്നാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ ഉള്ള മരണമാണ്. അപ്പൊ അങ്ങനെ ആധ്യാത്മികതയിലേക്ക് അവർക്ക് ഉയർന്നു പോകാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ പക്ഷെ യമുനാചാര്യന്റെ 3 വിരലുകൾ മടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്.
എല്ലാവരും അതിശയിച്ചു. ഇത്രയും ആധ്യാത്മികപരമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ആചാര്യന്റെ വിരൽ 3 വിരലുകൾ എങ്ങനെ മടങ്ങി? അതൊരു ചർച്ചാ വിഷയമായി. എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് രാമാനുജാചാര്യൻ അവിടെ അടുത്ത് നിന്നത്. അങ്ങനെ രാമാനുജാചാര്യൻ യമുനാചാര്യൻ കിടക്കുന്നത് രാമാനുജാചാര്യൻ കണ്ട് പാദത്തിൽ വീണ് നമസ്കരിച്ച് വിങ്ങി പൊട്ടിക്കിടക്കുമ്പോൾ അപ്പം അവിടെ ഈ നടക്കുന്ന ഡിസ്കഷൻ കാണുന്നു. സോ അങ്ങനെ യമുനാചാര്യൻ 3 വിരൽ മടങ്ങി കിടക്കുന്നതിനെ കുറിച്ച് ഡിസ്കഷൻ രാമാനുജാചാര്യൻ കേൾക്കുകയും അദ്ദേഹം ശരീരത്തിലേക്ക് നോക്കുമ്പോൾ 3 വിരൽ മടങ്ങി കിടക്കുന്ന സോ വൈഫ് ഹെൽപ്ഡ് മീ ടു ടേക്ക് ഇറ്റ് ദാറ്റ് 3 വിഷസ് ഓഫ് യമുനാചാര്യ. അങ്ങനെ യമുനാചാര്യന്റെ 3 ആഗ്രഹങ്ങൾ, ഓരോ ആഗ്രഹങ്ങൾ അദ്ദേഹം പറയും ഞാൻ ഇത് ചെയ്തു കൊള്ളാം എന്ന് പറയുമ്പോൾ ഒരു വിരൽ ഓപ്പൺ ആവും. രണ്ടാമത്തെ ആഗ്രഹം പറഞ്ഞിട്ട് ഇത് ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വിരൽ പൊങ്ങും. അങ്ങനെ മൂന്നാമത്തെ ആഗ്രഹവും പറയുമ്പോൾ 3 വിരലുകളും ഓപ്പൺ ആകുന്ന അതിശയകരമായ ഒരു സീനാണ് അവിടെ നിന്ന് എല്ലാ ശിഷ്യന്മാരും കാണാൻ സാധിച്ചത്. ഒരു പ്രാവശ്യം പോലും തമ്മിൽ കാണാത്ത രാമാനുജാചാര്യൻ എങ്ങനെ യമുനാചാര്യന്റെ ഹൃദയത്തിലെ 3 ആഗ്രഹങ്ങൾ മനസ്സിലാക്കി? ആ ആഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? രാമാനുജ ഷുഡ് റൈറ്റ് എ കമന്ററി ഓൺ ബ്രഹ്മസൂത്ര. ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഒരു കമന്ററി എഴുതണം എന്നുള്ളതായിരുന്നു യമുനാചാര്യന്റെ ആഗ്രഹം. രാമാനുജാചാര്യൻ പറഞ്ഞു ഞാൻ അത് ചെയ്തു കൊള്ളാം. ദ സെക്കൻഡ് വാസ് ദാറ്റ് ഹി ഷുഡ് ഹോണർ സേജസ് പരാശര ആൻഡ് വ്യാസ. വ്യാസദേവനും പരാശരമുനിയെയും പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെഴുതിയ ഗ്രന്ഥങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് കമന്ററി എഴുതണം. തേർഡ് വാസ് ഹി ഷുഡ് ഓൾസോ റൈറ്റ് കമന്ററി ഓൺ നമ്മ ആൾവാഴ്സ് തിരുവായ്മൊഴി. തിരുവായ്മൊഴി എന്ന് നമ്മ ആൾവാർ എന്ന് പറയുന്ന 12 ആൾവാറിൽ ഒരാളായ കുലശേഖര രാജാവിനെ പോലെ ഉള്ള ഒരു ആൾവാറായിരുന്നു നമ്മ ആൾവാർ. നമ്മ ആൾവാർ എഴുതിയ തിരുവായ്മൊഴി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് കമന്ററി എഴുതണം എന്നുള്ളതായിരുന്നു യമുനാചാര്യന്റെ 3ാമത്തെ ആഗ്രഹം. രാമാനുജാചാര്യൻ പറഞ്ഞു ഞാനത് പൂർത്തീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഈ 3 ആഗ്രഹങ്ങൾ പറയുമ്പോഴത്തേക്ക് ഓരോരോ വിരലുകളായി യമുനാചാര്യന്റെ വിരലുകൾ തുറന്ന് അങ്ങനെ 10 വിരലുകളും അദ്ദേഹത്തിന് തുറന്ന് ഇടുകാനുള്ള ഒരു അവസരമാണ് ഉണ്ടായത്. സോ ഒരു പ്രാവശ്യം പോലും കാണാത്ത, ഒരു പ്രാവശ്യം പോലും കണ്ടുമുട്ടാത്ത, എന്നാൽ അദ്ദേഹത്തെ തന്റെ ഗുരുവായി സ്വീകരിച്ച രാമാനുജാചാര്യൻ തന്റെ ഗുരുവിന്റെ ഹൃദയത്തിലെ ആ ഭാവവും ആഗ്രഹവും മനസ്സിലാക്കി താൻ അത് നിറവേറ്റിക്കൊള്ളാം എന്ന് പ്രോമിസ് ചെയ്യണമെങ്കിൽ അതാണ് ഒരു യഥാർത്ഥ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. നമ്മൾ ഗുരുനാഥൻ നമുക്ക് പറഞ്ഞ് എടാ നീ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോലും ചെയ്യാനുള്ള മനോഭാവം നമുക്കില്ല. നമ്മൾ പല കാര്യങ്ങളും സോ അങ്ങനെ രാമാനുജാചാര്യനെ അങ്ങനെ നമ്മളുടെ അടുത്ത് ഒരു ഗുരുനാഥൻ നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ, നേരിട്ട് തരുന്ന ഇൻസ്ട്രക്ഷൻ പോലും നമുക്ക് പാലിക്കാൻ സാധിക്കത്തില്ല. 3 തരത്തിലുള്ള ഡിസൈപ്പിൾസ് ഉണ്ടെന്നാ പറയുന്നത്. 3 തലത്തിലുള്ള ഡിസൈപ്പിൾസ് അല്ലെങ്കിൽ തരത്തിലുള്ള ഡിസൈപ്പിൾസ്. 1 പറഞ്ഞാൽ ചെയ്യാത്തവര്, എന്നെ പോലുള്ളവര്. പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുനാഥൻ പറയുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ തയ്യാറല്ല. 2 പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവർ, രണ്ടാമത്തെ. 3ാമത്തത് പറയുന്നതിന് മുൻപേ ഗുരുവിന്റെ ആഗ്രഹം സാധിച്ച് അല്ലെങ്കിൽ ആഗ്രഹം മനസ്സിലാക്കി ചെയ്യുന്ന ശിഷ്യന്മാർ. സോ അതാണ് ഏറ്റവും ഉത്തമമായ ലെവലിലുള്ള രാമാനുജാചാര്യനെ പോലെയുള്ള ആചാര്യന്മാരാണ് നമുക്ക് കാണിച്ചു തരുന്ന നമ്മുടെ പരമ്പരകളിലുള്ള, നമ്മുടെ 4 പരമ്പരകളിൽ ഒരു പരമ്പരയായ ശ്രീ പരമ്പരയിലെ ആചാര്യനായ ശ്രീ രാമാനുജാചാര്യൻ നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഇതാണ് യമുനാചാര്യന്റെ കഥ. സോ ഇപ്പോ എന്റെ വൈഫ് ഓർമ്മിപ്പിച്ച് തരികയാണ് ചെയ്തത്. രാമാനുജാചാര്യൻ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചിട്ടാണ്. നിത്യാനന്ദ പ്രഭു ഇസ് നൺ അതർ ദാൻ ബലറാം. ബലറാം ഈസ് നൺ അതർ ദാൻ അനന്തശേഷ. അനന്തശേഷ ഈസ് നൺ അതർ ദാൻ ലക്ഷ്മണ ഹു ഈസ് രാമ അനുജ. ഹരേ കൃഷ്ണ. സോ രാമന്റെ അനുജനായ ലക്ഷ്മണൻ, അതേ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സോ താങ്ക് യു സോ മച്ച്. സോ നമുക്കിന്ന് ഈ 2 കാര്യങ്ങൾ നമുക്ക് കോയിൻസിഡന്റലി രാമാനുജാചാര്യനെ കുറിച്ചുള്ള ഡിസ്കഷൻ വന്നപ്പോൾ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചുള്ള ഡിസ്കഷനുമായി കണക്ഷൻ നമുക്ക് വരാനിടയായി. ഇതാണ് യമുനാചാര്യന്റെ മനോഹരമായ കഥ. ഇതുപോലെ 12 ആൾവാറുടെയും അതുപോലെ ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിലെ ധാരാളം ആചാര്യന്മാരുടെ കഥകൾ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശ്യം. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്.
സോ ചൈതന്യ ചരിതാമൃതത്തിൽ വന്ന് നമ്മൾ ശ്രീ സമ്പ്രദായത്തിലേക്ക് വന്ന് കുറച്ച് രാമാനുജാചാര്യനെയും ശ്രീ യമുനാചാര്യനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വിൽ എൻഡ് അപ്പ് ടുഡേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും കേൾക്കാൻ സാധിച്ചോ? ഹരേ കൃഷ്ണ ഹരേ പ്രഭു, കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി, താങ്ക് യു. ഹരേ കൃഷ്ണ. ട്രെയിനിലാണല്ലേ? അതെ, ട്രെയിനിലാണ് പ്രഭു. അഹോബലത്തേക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രഭുവിന്റെ ക്ലാസ് Oh, കുറെ very ആഴ്ച നമ്മൾക്ക് മിസ്സായി. പ്രഭു വീണ്ടും നല്ല I missed it, bro. ഇനി കണ്ടിന്യൂസ് ആയിട്ട് പ്രഭുവിന്റെ ക്ലാസ് അത് ഭഗവാന്റെ കൃപ കൊണ്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു പ്രഭു, എല്ലാ ആഴ്ചയും. തീർച്ചയായിട്ടും ബ്രോ, ഐ എം ഓൾവേസ് അവൈലബിൾ. ചില സന്ദർഭങ്ങളിൽ ചില സാങ്കേതികമായ കാരണങ്ങളാൽ വരാൻ സാധിച്ചില്ലെന്ന് മാത്രം. ഹരേ കൃഷ്ണ. വേണം പ്രഭുജി, നമുക്ക് നല്ല ക്ലാസ്സുകൾ വേണം പ്രഭുജി. ദയവായി മുന്നോട്ട് വന്നാൽ നന്ദി പ്രഭുജി. ഹരേ പ്രഭുവാണ് ഹോസ്റ്റ്. പ്രഭുവിന് തന്നെ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാൻ റെക്കോർഡിംഗ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നത്? അത് എൻഡ് എൻഡ് ചെയ്ത് ഓട്ടോമാറ്റിക് അത് സേവ് ആയി. ശരി, ഷുവർ, ഓക്കെ. താങ്ക് യു സോ മച്ച്. സോ ആർക്കും സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം സെഷൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. എങ്ങനെയുണ്ടായിരുന്നു ദ്വാരക യാത്രയൊക്കെ? ദ്വാരകയല്ല, അയോധ്യ യാത്ര മാതാജി. അയോധ്യയായിരുന്നു. വളരെ മനോഹരമായിരുന്നു. അയോധ്യ, ചിത്രകൂട്, വാരണാസി, കാശി, പ്രയാഗ്രാജ്, നൈമിഷാരണ്യ, അയോധ്യ, എല്ലാ സ്ഥലങ്ങളും ദർശിച്ച് വളരെ മനോഹരമായിരുന്നു. എല്ലാവരും ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണേണ്ട സ്ഥലങ്ങളാണെന്നാണ് എന്റെ റെക്കമെൻഡേഷൻ. നമ്മൾ 40 പേരോളം പോയിരുന്നു ഇവിടുന്ന്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. സോ ഞാൻ സെഷൻ എൻഡ് ചെയ്യട്ടെ. ഓക്കെ. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഓണം വിഷസ്. എല്ലാവർക്കും ഹാപ്പി വാമന ദ്വാദശി, ഹാപ്പി ഓണം. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ.